ഒരു മാനേജറും ഹെഡ് കോച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചെൽസിക്ക് ഒരു മാനേജർ ഉണ്ടായിട്ടില്ല. അവിടെ ഹെഡ് കോച്ചുമാരാണ് ഉണ്ടായിരുന്നത്. ഈ ഹെഡ് കോച്ചുമാരുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ ടീമിന്റെ ടാക്ടിക്സും ട്രെയിനിങ് സെക്ഷനുകളും അതുപോലെ തന്നെ ടീമിന്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷം എന്നിവയൊക്കെയാണ് ഇവർ കൈകാര്യം ചെയ്യാറുള്ളത്. എന്നാൽ ടീമിൽ ആരെ സൈൻ ചെയ്യണം, ആരെ വിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഹെഡ് കോച്ചുമാരല്ല. അത് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സും ടീമിന്റെ തലപ്പത്തുള്ള മറ്റ് ആൾക്കാരൊക്കെ കൂടി ചേർന്നാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പല ക്ലബ്ബുകളും ഈ ഒരു മോഡലാണ് ഫോളോ ചെയ്യുന്നത്. ഉദാഹരണത്തിന് റിയൽ മാദ്രിഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ പ്രസിഡന്റായ ഫ്ലോറന്റിനോ പെരസ് ആണ് കളിക്കാരെ സംബന്ധിച്ചുള്ള അവസാന തീരുമാനം എടുക്കുന്നത്. ആ ഒരു സമയത്താണ് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുള്ളത്. ചെൽസിയിലോട്ടേക്ക് ചാബി അലോൺസോ വരുന്നുള്ളത്. ചാബി അലോൺസോ ഹെഡ് കോച്ച് ആയിട്ടല്ല വരുന്നുള്ളത്, പകരം ഒരു മാനേജർ ആയിട്ടാണ് വരുന്നുള്ളത്. പ്രീമിയർ ലീഗിലാണെങ്കിൽ ഇപ്പോൾ മാനേജർമാരുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ ഫുട്ബോളിലെ പരമ്പരാഗത പദവിയാണ് മാനേജർ എന്ന് പറയുന്നത്. കളിക്കാരെ സ്വന്തമായി സൈൻ ചെയ്യാനും ക്ലബിന്റെ അക്കാദമി ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളിൽ പൂർണ്ണ അധികാരം ഉപയോഗിക്കാനും കഴിയുന്ന ഒരാളായിരിക്കും ഈ ഒരു മാനേജർ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർ അലക്സ് ഫെർഗ്യൂസൺ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കാരെ വാങ്ങുന്നത് മുതൽ ടീമിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം സക്സസിന് മാനേജർ മോഡലാണ് നല്ലതെന്നാണ് പല ആൾക്കാരും ഇന്നും വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. അത്തരം ഒരു മാനേജർ ക്ലബ്ബ് വിട്ടുപോയാൽ അദ്ദേഹത്തിന് പകരം വേറൊരാളെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റൈലാണ് ഇഷ്ടപ്പെടുന്നത്? അതുപോലെ തന്നെ ഒരു മാനേജർ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന പേര് ആരാണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.